ഡ്രീം ക്രിയേറ്റേഴ്സ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റ് 2025. ഈ കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി ഡ്രീം ക്രിയേറ്റേഴ്സ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റ് 2025 ചേലാരിയിലുള്ള സെഞ്ച്വറി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് കേരളത്തിലെ തന്നെ 300-ലധികം വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒരുമിച്ചൊരു കൂട്ടായ്മ വളരെ വിപുലമായിട്ട് തന്നെ നടക്കുകയുണ്ടായി. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് കായിക മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി അബ്ദുറഹ്മാൻ സാറായിരുന്നു. ഇനോഗ്രേഷനോട് കൂടി തന്നെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ലോഗോ പ്രകാശനവും നടന്നു. മന്ത്രി വരുവാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർ വിഷ്ണു പാട്ട് പാടിയും ക്വിസ് മത്സരങ്ങൾ നടത്തിയും ഗെയിമുകൾ നടത്തിയും ആ വേദിയെ കയ്യിലെടുത്തു. മിനിസ്റ്റർ എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ സ്പോൺസറായിട്ടുള്ള ഈസി കുക്ക് മജിദ് ക ഒഴികെ. ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ VR വിനോദ് IAS വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മിസ്സായിട്ടുള്ളത് ആൻറ്റി ഡ്രഗ് അവയർനെസ്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു. മിനിസ്റ്റർ വന്നതോടുകൂടി സുർമയുടെ സ്വാഗത പ്രസംഗവും എൻ്റെ അധ്യക്ഷ പ്രസംഗവും അതോടുകൂടെ തന്നെ ഇനോഗ്രേഷനും ലോഗോ പ്രകാശനവും ഉണ്ടായി. കളക്ടറുടെ അഭാവം നമ്മുടെ പ്രിയപ്പെട്ട കായിക മന്ത്രി നല്ലൊരു അവയർനെസ് ക്ലാസ് കൊടുത്ത് തന്നെ അവിടെ നികത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ആൻറ്റി ഡ്രഗിനെ കുറിച്ചുള്ള നല്ലൊരു ക്ലാസ്സായിരുന്നു അദ്ദേഹം അവിടെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം മുഖ്യ അതിഥികളായിട്ടുള്ള ഇബ്രാഹിം സുബ്ഹാൻ, മിസ്റ്റർ ഡോക്ടർ ശ്രീകുമാർ, അതുപോലെ തന്നെ സ്പോൺസർമാരായിട്ടുള്ള റീമ രഞ്ജിത്ത്, മിസ്റ്റർ അഖിലേഷ്, മിസ്റ്റർ അബ്ദുൽ സലാം, ഹൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിസ്റ്റർ അൻവർ എടപ്പയിൽ, മിസ്റ്റർ രഞ്ജിത്ത് ജയരാമൻ, മിസ്റ്റർ മുഹമ്മദ്, മിസ്റ്റർ അശ്വിൻ, ഇവരെല്ലാം അവിടെ സംസാരിക്കുകയുണ്ടായി. മുഖ്യ അതിഥികളായി എത്തിയ ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പേരുകളൊക്കെ ഞാൻ വഴിയേ പറയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജംഷീദ് മഞ്ചേരിയുടെ നല്ല കിടിലൻ ഒരു 3-4 പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന പ്രിയപ്പെട്ട AVS ഷെഫീഖിൻ്റെ കുറച്ച് നേരത്തെ ഒരു Q&A ക്ലാസ്സും നടത്തുകയുണ്ടായി. പിന്നെ പ്രധാനമായിട്ട് ആൻറ്റി ഡ്രഗ് പെഡ്ജ് നമ്മുടെ കൊച്ചു ബ്ലോഗറായിട്ടുള്ള നിബൂസ് ഫുഡ് എന്ന ചാനൽ നെയിമോട് കൂടി അറിയപ്പെടുന്ന നമ്മുടെ മുഹമ്മദ് നബഹാനായിരുന്നു നടത്തിയത്. ഇതിനിടയിൽ നമ്മൾ പ്രായം കൂടിയ 2 പേരെ ആദരിക്കുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, അതുപോലെ തന്നെ മിസ്റ്റർ ഡോക്ടർ ശ്രീകുമാർ, അതുപോലെ തന്നെ നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള നമ്മുടെ കിടിലൻ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ദേവികിക്കുട്ടി അന്തർജനം, ഇവരെയൊക്കെ ആ സ്റ്റേജിൽ നമ്മൾ ആദരിച്ചു. അതിനിടയിൽ നമ്മുടെ ഡോക്ടർ ശ്രീകുമാറിൻ്റെ 2-3 ഫിലിംസിൻ്റെ റിലീസും കൂടെ നമ്മുടെ റാഫി സരിക അദ്ദേഹം വന്നിട്ട് നടത്തുകയുണ്ടായി. ഇതിനൊക്കെ ഇടയിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനും ആനന്ദിക്കാനും വേണ്ടി അവിടെയുള്ള ഒരുപാട് പ്രമുഖ സിംഗേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ പാട്ടുകൾ അവിടെ നടക്കുകയുണ്ടായിരുന്നു. പേരെടുത്ത് പറയാൻ പറ്റാത്തത്ര പാട്ടുകാർ അവിടെ പാടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വേദിയിൽ വലിയ ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള മറ്റുള്ളവർ കാണാൻ കൊതിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കായിക മന്ത്രി അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. അതിനുശേഷം പ്രയർ സോങ് വാഹിദയാണ് ചൊല്ലിയിരിക്കുന്നത്. സ്നേഹദീപമേ മിഴി തുറക്കൂ
സന്തോഷ് കുമാറെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സുഗമിയെ വളരെ സ്നേഹത്തോടെ സംഘാടക സമിതിയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സുഗമിയെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമിന്റെ സ്വാഗതം പറയാനാണ്. ഞാൻ ക്രിയേറ്റേഴ്സിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഒരാളാണ്. നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ സാർ, നമ്മുടെ സുബഹാൻ സാർ, നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള അൻവറടപ്പയും ഇവിടെ എത്തിയിട്ടില്ല. ഹയറ സലാത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് മിസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള മജിക്കയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ക്രിയേറ്റേഴ്സിന്റെ എല്ലാ ആളുകളോടും, അതുപോലെ സന്തോഷ് റൌഫ്, ഒരുപാട് പേര് പ്രോഗ്രാമിന് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സഹോദരിയാണ്. നല്ലൊരു കയ്യിൽ എല്ലാവരും ചേർന്ന് കൊടുക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മുടെ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചുമതല ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു നമസ്കാരം പറയുകയാണ്. പിന്നെ നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് സ്റ്റാൻഡിംഗ് മീറ്റ് ഇതിൽ പങ്കെടുക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും ഞാൻ സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ മാന്യ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ, പ്രധാന അതിഥിയായിട്ടുള്ള നമ്മൾ ക്ഷണിച്ചിരുന്ന മലപ്പുറം ജില്ലാ കളക്ടർ കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ ആർജിനോ, അതുപോലെ തന്നെ കുറച്ച് പേര് ലേറ്റായിട്ടുണ്ട്. അവരുടെ പേര് ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർമാരായിട്ടുള്ള ഇതിൻ്റെ മെയിൻ സ്പോൺസേഴ്സുള്ള മിസ്റ്റർ മജീക്ക, Mr. Abdul Salam, Khaira Gold and Gold Diamond, Mr. Anwar Airplane, Mr. Ajlesh, Mr. Rajesh Keropi, Mr. Ibrahim Suzman, Mr. Srikumar, Mr. Santosh Adi. അതുപോലെ ഈ രീതി സാഹിത്യമുള്ള ഞാൻ എൻ്റെ വീട്ടിലെ റൂമിലിരുന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുന്നു. പക്ഷേ അതുപോലെ തന്നെ ഞാൻ ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഓരോ ഇൻഫ്ലുവൻസറിനും ഒരു കമ്മ്യൂണിക്കേറ്റർ മാത്രമല്ല, ഒരു ട്രാൻസ്ഫോമർ കൂടിയാണ്. അവരുടെ വാക്കുകളും സമീപനങ്ങളും ഒരാളുടെ ജീവിതത്തെ ദിശമാറ്റാൻ കഴിയുകയാണ്. ഇത് ഇൻസ്പയർ ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും മാത്രമല്ല, ഉത്തരവാദിത്വമാണ്. ഗ്രാമം എന്ന പട്ടണമെന്നില്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുകയാണ്. മാന്യ ശ്രീ അബ്ദുൾ റഹ്മാൻ കായിക മേഖലയിലെ മന്ത്രി എന്നതിനേക്കാളുപരി നമ്മുടെ യുവാക്കളെ, യുവതലമുറകളുടെ ആത്മവിശ്വാസമുള്ളവരാക്കാനും അവരെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ മറ്റുള്ളവർക്കും വളരെയധികം പ്രചോദനമാണ്. അവസാനമായിട്ട് ഓരോ ഇൻഫ്ലുവൻസിന്റെ പിന്നിലും ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കുടുംബം, അവരുടെ സുഹൃത്തുക്കൾ, ട്രൈപ്പോഡ് പിടിച്ച് നിൽക്കുന്നവരും മോറൽ സപ്പോർട്ട് നൽകുന്നവരും ഒരു ഹൃദയത്തോട് ചേർന്ന് മുന്നോട്ട് നിൽക്കുന്നവരും. ഞാൻ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസസ് ഫാമിലി മീറ്റ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീ അബ്ദുൾ റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയിലാണ് നമ്മളുള്ളത്. കാലഘട്ടത്തെ അറിയാനും കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കാനും കഴിയുന്ന ഒരു വലിയ സംഘത്തോടൊപ്പം ഇവിടെ ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിലൂടെ എന്നതാണ് പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോഗോ പ്രകാശനമായിരുന്നു. അതിൻ്റെ ഒറിജിനൽ വോയിസ് ഇവിടെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് വോയിസ് ചെയ്യാൻ കട്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ലോഗോ പ്രകാശന ചടങ്ങും ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്പോൺസർമാർക്കുള്ള ആദരവും മൊമെൻറ്റോ കൈമാറലുമാണ് നടക്കുന്നത്. അറിയാം, നമ്മുടെ ഈ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സിനെ ഒന്ന് ആദരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസറായിട്ടുള്ള, അതിനുമുപരി ഈ ഒരു പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള, ഇതിൻ്റെ എല്ലാ വിജയത്തിനും കാവലാളായി ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള മജീദ് കാക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈസി കുക്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ടുള്ള രഞ്ജിത്ത് ജയരാമനാണ്. സമ്മാനം നൽകുന്നുണ്ട്. ഒരു കയ്യിൽ കൊടുക്കും എല്ലാവരും ചേർന്ന്. ആരായിരിക്കും ആ ഭാഗ്യവാനെന്ന് അറിയാം. ഇതൊന്നും നമ്മുടെ പ്രോഗ്രാമിന് മുന്നോടിയായിട്ട് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പിൽ ഒരു ചലഞ്ച്, ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുത്ത വീഡിയോസിന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരെ ചേർത്ത് ഒരു നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തും. ആ വിജയികൾക്ക് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ കൊടുക്കുമെന്നൊരു വാഗ്ദാനം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വന്നവരായിരിക്കാം മിക്കവരും. അവരിൽ ചിലരിത ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് എന്നതിനുപരി ഒരുപാട് നെയ്തുകൂട്ടാനുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് അവർ ഈ വേദിയിൽ നിന്നിറങ്ങുന്നത്. അവരുടെ ജീവിതത്തിലെ അസുലഭ മുഹൂർത്തം എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള സുറുമി മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ മേടിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം എനിക്കാണ് മൊമെൻറ്റോസ് ഞാൻ സ്വീകരിക്കുന്നത്. അങ്ങനെ ഞാനും മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡൊക്കെ വാങ്ങി. അതിനുശേഷം ഞാനും സുറുമിയും കൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ്. അതിനുശേഷം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം തീർത്തുകൊണ്ട് തന്നെ ആ വേദിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്റെ സഹോദരിക്ക് തുല്യമാണ് സംഘാടകനും കവിത ക്ഷണിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് മടിച്ചു, ഇതിന് വരണോ എന്ന് പറഞ്ഞു. പിന്നെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ, ആ സൗഹൃദത്തിന്റെ മുമ്പിൽ ഞാൻ വരാൻ തീരുമാനിക്കുകയായിരുന്നു. ആ വന്നപ്പോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ പോസിറ്റിവിറ്റി അത് വളരെ മികച്ചതായിരുന്നു. ഇതാണ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിന്റെ അധ്യക്ഷ പ്രസംഗം. മിനിസ്റ്റർ അടക്കം ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി ഞങ്ങളൊക്കെ എന്ത് പറയുന്നത് പ്രശ്നങ്ങൾ, ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന് മിനിസ്റ്റർ എന്താ വന്നത്? കാരണം മാധ്യമങ്ങൾക്കപ്പുറം ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ ചുമതല അവരുടെ ഭാഗത്തു നിന്നുള്ള ലോകത്തിനെ കയ്യെത്തും ദൂരത്തോടെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഈ മനോഹരമായ ഈ ഡ്രീമേഴ്സിന്റെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനും നിങ്ങളുമായി സ്നേഹം പങ്കുവെക്കാൻ കഴിഞ്ഞാൽ അതിയായി സന്തോഷിക്കുന്നു. ഫൗണ്ടർ ആൻഡ് ചെയർമാൻ സ്കൈ ടോക്ക്, റെപ്രസെൻറ്റേറ്റീവ് ലോക കേരള സഭ, ബിസിനസ് കോച്ച്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സെലിബ്രിറ്റീസായിട്ട്, ചീഫ് ഗസ്റ്റായിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. പലരുടെയും പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല, എന്നാലും ചുരുക്കം കുറച്ച് പേരുടെ പേര് ഞാൻ ഈ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഹദ് കമാൽ, ഷാജഹാൻ ഷാ. ഇവർ നിലമ്പൂരിൽ നിന്നാട്ടോ വരുന്നത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം മില്യണുകൾ വ്യൂസ് ഉള്ളവരാണ് ഇവരെന്ന്. ഈ ഇരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഫർസു ഹൈദർ, തൊട്ടടുത്ത് നമ്മുടെ കിടിലൻ മുത്തശ്ശിയും പിന്നെ
സുന്ദരിയായ പേരക്കുട്ടിയും. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ കൂടെ കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുൾ മജീദ് സാറിന്റെ അഭാവത്തിലാണ് ഞാൻ ഇക്കാലം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സാറിന്റെ വേർഡ്സിൽ തന്നെ ആദ്യം തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു ഉദ്യമത്തിന് മുന്നിൽ നിന്ന് നമ്മുടെ ഈസി കുക്ക്, അതുപോലെ തന്നെ കോ സ്പോൺസേഴ്സ് ആയിട്ടുള്ള പ്ലാറ്റിനം അക്കാഡമി തുടങ്ങി ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ സംഘടന അഡ്മിൻ പാനൽസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അഡ്മിൻ പാനലിന്റെ മുന്നിൽ സഹോദരിമാർക്കും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിനെല്ലാം എനിക്ക് പ്രോത്സാഹനം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഏരിയയിലൂടെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് എല്ലാം നന്ദി പറയുന്നു. അതുപോലെ ഈ രീതി ഒരു സന്തോഷപ്രദമായി പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ പ്ലാറ്റിനം കോച്ചിങ് സെന്ററിന്റെ 3ാമത്തെ ക്യാമ്പസ് നാളെ ചെങ്കോട്ടയിൽ ഇനാഗ്രേഷൻ നടക്കാൻ പോവുകയാണ്. സോ ആ ഒരു സന്തോഷപ്രദമായി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ചേർന്ന് ഈ എല്ലാവിധ ആശംസകളും. ഹൈദരാബാദിലെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ ഷോപ്പ് വാഗറുണ്ട്, കോട്ടക്കലുണ്ട്. ഇൻഷാല്ല പുതിയതായിട്ട് ഞാൻ തിരൂരും കച്ചേരിപ്പള്ളിയിലും ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വളരെയധികം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പരമാവധി അതിന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതായത് കേരളത്തിൽ തന്നെ ഏകദേശം 200ഓളം ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എന്റെ വ്യക്തിപരമായ പേരിലും പ്ലാറ്റിനം കോച്ചിങ് സെന്ററിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കേരള പറഞ്ഞ പോലെ നാളെ 27-ാം തീയതി ഞങ്ങൾക്കൊരു സന്തോഷ ദിവസം കൂടിയാണ്. നമ്മുടെ പ്ലാറ്റിനം കോച്ചിങ് സെന്ററിന്റെ 3ാമത്തെ സ്ഥാപനം കോട്ടയ്ക്കൽ നമ്മൾ നാളെ ഓപ്പൺ ചെയ്യണം. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നാളത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രോഗ്രാമാണ്. സ്ഥിരമായി ക്ലാസ്സിലൊക്കെ പോകുന്ന ആളാണ്. MVD ആണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന മിസ്റ്റർ സന്തോഷ് കുമാർ. ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുത്തു തരുന്ന ഒരാളാണ്. പാചകത്തിൽ ഉപയോഗിക്കുന്ന എൻ്റെ പേര് നിഷാദാണ്. ചിലർ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ മാപ്പിളപ്പാട്ട് വെച്ചാൽ എല്ലാവരും ഉഷാറല്ലേ? നിങ്ങൾക്ക് അറിയുന്ന പാട്ടിനായിരിക്കും മാക്സിമം നമ്മളെ കൂടെ നിങ്ങൾ കൂടാം. ഓക്കെ അല്ലേ? ഇവരുടെ 2 പേരുടെയും അടിപൊളി കിടിലനായിട്ടുള്ളൊരു ഹിന്ദി സോങ് ആണ് എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നത് കേട്ടോ. കൂടാതെ ആ സ്റ്റേജിലിരിക്കുന്ന ആർക്കെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട കിടിലൻ മുത്തശ്ശി, പ്രായം കൂടിയ മുത്തശ്ശിയാണ്, വ്ളോഗറാണ്. അതുപോലെ തന്നെ കുഞ്ഞു വ്ളോഗർ, ചൈൽഡ് വ്ളോഗറായിട്ടുള്ള നമ്മുടെ നിബൂസുമാണ് ആയിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ സ്റ്റേജിന് മുന്നിലായിട്ട് ഷാജിയും അവളുടെ മക്കളുണ്ട് കേട്ടോ. 5 മക്കളുണ്ട്. സന്തോഷ് ആൽവിനുണ്ട്, അൻവർ ഷാനു, അതുപോലെ നമ്മുടെ ആഷിഖ്, അങ്ങനെ നിരയായിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. അൻസൽ സുൽത്താൻ, ഫസീൻ, ഹഫ്സ പാത്തു, അതുപോലെ തന്നെ നമ്മുടെ റാഫി സരിക, പ്രോപ്പർട്ടി വ്ളോഗർ റിഷാദ്, ഫർസു ഹൈദർ, തസ്നി ബഷീർ, അതുപോലെ ആഷിഖ്, അബിയച്ചൂര്, നമ്മുടെ മോട്ടോ വ്ളോഗർ മുഷറഫ്, അജ്മൽ, റഹൂഫ്, അതുപോലെ തന്നെ അൻസാർ. നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേര് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അൻസാർ കൂടെ, അവൻ്റെ കൂടെ പേര് എനിക്കറിയില്ല, ആക്ടറായിട്ടും ഡയറക്ടർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേര് അറിയാത്തത് കൊണ്ടാണ് പറയാത്തത്. അതുപോലെ മുന്ന, ഇസ്മായിൽ, ഷഹാന, സുമിത, പിന്നെ നമ്മുടെ ICICയുടെ അഡ്മിൻ ഒരാളായിട്ടുള്ള ഷിബു, ഇവരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനിയും ഒരുപാട് പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ആ പാട്ടിൻ്റെ കൂടെ തന്നെ താളം പിടിക്കുന്ന നമ്മുടെ ഷംനാദ്, ഷാ വോയ്സ്, അതുപോലെ തന്നെ ഹാദി, ഇവരൊക്കെയാണ് താളം പിടിച്ചിട്ട് കൂടെ ഡാൻസ് ചെയ്യുന്നത്. അത്രക്കും വേദി ഇളക്കി മറിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ പാട്ടുകാരും. അതുപോലെ തന്നെ ഇടയ്ക്കിടെ നമ്മുടെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്ണു, പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ടീച്ചറാണ്, സിംഗറാണ്, ആങ്കറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. വിഷ്ണു കോമഡി മാസ്റ്റേഴ്സിൽ അമൃത TV പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ്.
അദ്ദേഹത്തെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജിൽ സെർച്ച് ചെയ്താൽ മതി, വിഷ്ണു ആലനല്ലൂർ. ഇനി അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് ആൻറ്റി ഡ്രഗ് പ്ലഡ്ജിനായിട്ട് മുഹമ്മദ് നബുഹാൻ. അതിന് കയ്യിൽ കിട്ടാൻ എല്ലാ കയ്യിലും മൊബൈലാണ്. പിന്നെ നമുക്ക് പ്രതീക്ഷ ചൊല്ലാം, എല്ലാവരും കയ്യിൽ ഇങ്ങനെ ഒരു കൈയെങ്കിലും ഇങ്ങനെ പിടിക്കാം, എനിക്ക് നിൽക്കാൻ എന്നുള്ള പ്രതിജ്ഞ നമ്മൾ ചൊല്ലുകയാണ് അല്ലേ? റെഡിയല്ലേ? ഓക്കെ. ഇതിന്റെ ഉന്മേഷമുള്ള ഉറച്ച പ്രയത്നമാണ്. ആരും വേരും ഇതൊന്നും പെട്ടാൻ പാടില്ല. അതെന്റെ ശരീരത്തെയും മനസ്സിനെയും ചുരണ്ടിക്കുന്ന വിഷമാണെന്ന് എനിക്കറിയാം. മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. എന്റെ സ്വപ്നങ്ങളെ ചിതറിക്കുന്ന, എന്റെ കുടുംബത്തെ കരിയിക്കുന്ന, എന്റെ നാടിനെ ആഴത്തിലയക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന വെറുക്കപ്പെട്ട ശത്രുവിനെ ഞാൻ തള്ളിപ്പറയും. ഞാൻ കൈയെത്തി. എന്റെ പ്രയത്നമാണ് ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായൊരു ഭക്തൻ. അടിപൊളി. പ്രതിജ്ഞയിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 14 ലക്ഷത്തിന് പോരാ, 16 ലക്ഷത്തിൽ സിമ്പിൾ ആയിട്ട് കിടിലം അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാനത് ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിബൂസിന് ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിടിലൻ മുത്തശ്ശിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ശരിക്കും ആ ഒരു സ്റ്റേജിനെ, നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുത്തിയ ഒരു രംഗം. ഏറ്റവും പ്രായം കൂടിയ ഒരു വ്ളോഗറും പിന്നെ ഒരു കുട്ടി വ്ളോഗറും. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നൽകാം. സ്നേഹം നമ്മുടെ ഭാഗ്യമായിട്ട് നൽകുകയാണ്. ജാസ്മിനെ ക്ഷണിക്കുന്നു. പിന്നെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു അവസരം ഒത്തിരി കഷ്ടപ്പെട്ട, എന്താ പറയാ, ഇതിന്റെ പിന്നണിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട രണ്ടാളുകളുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ ചെയ്ത് ഈ പരിപാടിക്ക് ഇതേമാതിരി വലിയൊരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ കണ്ടതിൽ ഈ പരിപാടി രണ്ടാൾക്കാരാണ്. അതായത് ഇതിന്റെ ഏറ്റവും എന്തായാലും പറയാം, ഊടും മുടക്കില്ലാതെ ഇതിന്റെ ഈ ഒരു പരിപാടിയിൽ നമ്മളൊക്കെ ശരിക്കും ഇപ്പൊ ഇങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് ഉള്ളൂ. ഇവര് മാസങ്ങളായിട്ട് ഊണും മുറക്കോ വെച്ച് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്. ഇവരിപ്പോ ഇന്നെ വൃത്തിക്ക് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും വളരെ സന്തോഷം തോന്നുന്നതാണ്. ഇങ്ങനത്തെ ഒരു പരിപാടി ഗംഭീരാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത വലിയൊരു റിസ്ക് ഉണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ അതിന്റെ ചെറിയൊരു എന്തോ ഒരു അംശമായിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും നമുക്ക് താങ്ങിയിട്ടില്ല. പല പല സന്ദർഭത്തിലും നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് മിസ്റ്റർ ഷാനവാസ്, മൊമൻറ്റോ സ്പോൺസേഡ് ആയിട്ടുള്ള എയറോഫിറ്റിൻ്റെ മാനേജർ. ഡോക്ടർ ശ്രീകുമാർ നമ്മുടെ എയറോഫിറ്റിൻ്റെ രാജേഷ് സാറിനായിട്ടുള്ള മൊമൻറ്റോ നമ്മുടെ ഷാനവാസ് സ്വീകരിക്കുകയാണ്. പിന്നെ മക്കള് സപ്പോർട്ടുകൊണ്ടാണ് ആക്ച്വലി 5 ലക്ഷത്തിൽ കഴിച്ചാവാറായി സബ്സ്ക്രൈബേഴ്സ്. എല്ലാ മക്കളും കൊണ്ടാണ് ഞങ്ങൾ ഇനി സപ്പോർട്ടൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഈ കാര്യമായിട്ട് പറയാൻ ഞാൻ നന്ദി. നമസ്കാരം. 15 കൊല്ലമായി രമേശ പോലീസിൽ ജോലി തുടങ്ങിയിട്ട്. എങ്ങനെയാണോ ഒരു പുതിയ ചോദ്യം ചെയ്തത്? പേര് പറയണം മാധവൻ, വട്ടപ്പേര് പറയണം മീശമാധവൻ അല്ലേ? എന്നാൽ നാളെ വരുന്നതിന് മീശ അങ്ങ് വലിച്ചു ചേർണം. ഇത് ശബ്ദം. താങ്ക് യു. ദിലീപിനെ നമ്മൾ ജനപ്രിയാണെങ്കിൽ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ പ്രേം നസീറിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് എന്താ? നല്ലൊരു കഴിയും എല്ലാവരും ചേർത്ത് നൽകാം. താങ്ക് യു. അടിപൊളി, നല്ലൊരു കഴിവ് കൊടുക്കാം. സുഖമില്ലേ? ഓക്കെ. അടുത്തത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിന് പിന്നിൽ നല്ലൊരു കോർഡിനേഷൻ ടീം തന്നെയുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഒരുമിച്ച് നിന്ന് ഞങ്ങളെക്കൊണ്ട് പറ്റും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ. ഇതൊരു വലിയൊരു വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് തീരുമാനിച്ച കുറച്ച് കൂട്ടുകാർ. എൻ്റെയും സുറുമയുടെയും കൂടെ നിന്ന് ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നമ്മളാണ് നമ്മൾ ഒരുമിച്ച്. ഈ ഒരു പ്രോഗ്രാമിനെ വിജയത്തിലേക്ക് എത്തിച്ചവർ ഷഹീർ,
ഷംസി, അൻസാരി, സൂരജ്, റൂബി, ആഷിഫ്, അൻസാർ. കൂടാതെ അവിടെ വന്ന ചെറിയ ക്രിയേറ്റേഴ്സ് മുതൽ വലിയ ക്രിയേറ്റേഴ്സ് വരെ നമ്മുടെ ഈ വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ശ്രീകുമാർ സാറിൻ്റെ ഫിലിം റിലീസാണ്. കൂടെ നിൽക്കുന്നത് മിസ്റ്റർ റാഫി സരിക. മിസ്റ്റർ റാഫി സരിക അദ്ദേഹം 1981-82 കാലഘട്ടത്തിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കരസ്ഥമാക്കി അഭിനയ രംഗത്തേക്ക് കടന്നു വരികയും 1986 സിനിമയിൽ പല മേഖലകളിലും പ്രവർത്തിച്ചു വരികയും തുടർന്ന് പ്രവാസ ജീവിതം നയിക്കേണ്ടി വരികയുമായിരുന്ന വ്യക്തി 2014 മുതൽ നാട്ടിൽ സെറ്റിലാവുകയും ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളിലും ടെലിസിനിമകളിലും അഭിനയിക്കുകയും അതോടൊപ്പം സംവിധാനവും സ്ക്രിപ്റ്റ് എഴുത്തും കാസ്റ്റിംഗ് ഡയറക്ഷനും മ്യൂസിഷ്യനും കൂടിയായ റാഫി സരിക. സാർ ഒരു സംവിധായകനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചാൻസർ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റും. നമ്പർ 472 95 ഓക്കെ. ഡോക്ടർ ശ്രീകുമാർ. എല്ലാവരും ഇത് സേവ് ചെയ്ത് വെക്കാട്ടോ. ആവശ്യം വരും, എപ്പോഴെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ റാഫി സാറിന് ഒരു മൊമെന്റോ സാറ് തന്നെ നൽകണം എന്നുള്ള ഒരു സ്റ്റോറി. റാഫി സരികയെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ മൊമെന്റോ കൊടുത്ത് ആദരിച്ചു. ഫർസു ഹൈദറിന് അൻവർ ഷാന് മൊമെന്റോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കിടിലൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ കൂടെ തന്നെ മൊമെന്റോ മേടിക്കാനായിട്ട് നമ്മുടെ കിടിലൻ മുത്തശ്ശിയും കൂടെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ ചാനലിൽ പോയി നോക്കി അറിയാൻ പറ്റും നമുക്കിതിൻ്റെയൊക്കെ പിന്നാമ്പുറം ആരാണ് എന്ന്. ഈ ഒരു പേരക്കുട്ടിയാണ് മുത്തശ്ശിയുടെ കൂടെ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. നമ്മുടെ കിച്ചണിൽ ഭയങ്കര തിരക്കാട്ടോ. എല്ലാവരും ഫുഡ് സെർവ് ചെയ്യുന്ന തിരക്ക്, ഭക്ഷണം കഴിക്കുന്ന തിരക്ക്, ഒരുപാട് പേർക്ക് വിശന്നിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത തിരക്ക്. ശരിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. കാരണം അത്രക്കും കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ, നമ്മുടെ ചങ്കുകളായിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വളണ്ടിയേഴ്സായിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പേരെടുത്ത് പറഞ്ഞവരും അവിടെ നിന്ന് കൂടെ കൂടിയവരുണ്ട്. അതുകൊണ്ട് തന്നെ അതവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ കാണാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാരണം നമ്മളെപ്പോഴും സ്റ്റേജിലായത് കൊണ്ട് തന്നെ കൂടെ നിന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കത് വിഷമാവും. അപ്പോൾ നമ്മുടെ സ്റ്റേജിലിവിടെ അവാർഡ് ദാന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരുടെ ഒന്നും പേരൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊന്നും അവസാനിക്കില്ല. പിന്നെ ഇവിടെ മ്യൂസിക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ മ്യൂട്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ തരംഗമായിട്ടുള്ളവരും ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്നവരൊക്കെയാണ് അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നത്. കുറച്ച് പേര് മാത്രമേ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളൂ. അവരവിടെ മൊത്തം ആ സ്റ്റേജിനെ മാത്രമല്ല ആ ഒരു വേദി ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് മൊമെൻ്റോ കൊടുത്ത് അവർ ഒന്നും കൂടെ ആവേശത്തിലാക്കി സന്തോഷവാനാക്കി പറഞ്ഞു വിടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വലിയൊരു വിജയം. കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സംസാരിച്ച് എല്ലാവരെയും പരിചയപ്പെട്ട് ഒരു ജാടയും കാണിക്കാണ്ട് ഇതാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞു തന്ന് കൂടെ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്, ഞാനും ഈ ഒരു ടീമിൻ്റെ ഭാഗമാണ് എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന കുറേ നല്ല സൗഹൃദങ്ങൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഈ ഒരു വേദിയെ ഇത്രത്തോളം ആക്കിയത് അവർ തന്നെയാണ്. എത്ര തന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടും മായാത്ത കുറച്ച് കാര്യങ്ങളാണ് വീണ്ടും ഇത് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡ്മിൻസിനൊക്കെ മൊമെൻ്റോ കൊടുക്കുന്നൊരു രംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു മൊമെൻറ്റ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം പരസ്പരം നമ്മൾ വാക്കുകളിലൂടെ മാത്രമേ പരിചയമുള്ളൂ.
സോഷ്യൽ മീഡിയ തരംഗമായിട്ടില്ലെങ്കിൽ തന്നെയും ഒരുപാട് പേര് കമൻറ്റിലൂടെയും അവരെ കാണുന്നത്, ശ്രവിക്കുന്നത്, പക്ഷേ നേരിൽ കാണാൻ അവസരം അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അന്ന് കൂടിയിട്ടുള്ള പലരും പോകുമ്പോൾ ചോദിച്ചത് ഇനി എന്നാണ് അടുത്തത്, ഇതുപോലെ ഇനിയും വേണം. സന്തോഷിക്കാൻ കുറച്ച് നിമിഷങ്ങൾ വല്ലപ്പോഴും കിട്ടുന്നില്ലേ ഉള്ളൂ. കാരണം ഇതുപോലുള്ള സൗഹൃദങ്ങൾ നമ്മൾ വാക്കുകളിലൂടെയാണ് പരസ്പരം മനസ്സിലാക്കുന്നത്, കണ്ടിട്ടൊന്നുമല്ല. കാരണം എല്ലാം പല ദിക്കിൽ നിന്ന് വരികയാണ്. ഒരുപാട് പേര് ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ തന്നെ കൂട്ടായിട്ടുണ്ടായിരിക്കും, പരസ്പരം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ AVS ഷെഫീഖിന് മൊമെൻ്റോ കൊടുത്ത് ആദരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈവൻറ്റ് മാനേജറായിട്ടുള്ള ഹനീഫ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോന്നിനും സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന ഒരാൾ കൂടിയാണ് ഹനീഫ. നമ്മുടെ ഈ പ്രോഗ്രാമിനിടയിൽ ഒരുപാട് പാട്ടുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ സിംഗേഴ്സൊക്കെ പാടിയിട്ടുണ്ട്. അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജയിച്ചാൽ നിങ്ങൾ 3 കാര്യം നോക്കിയാൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തമ്പനെയിൽ ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ 100% ഓക്കെ, നമുക്ക് ഈ ഡ്രീം സ്റ്റുഡൻസിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. രാവിലെ 11 മണിക്ക് എത്തേണ്ടതാണ്. ഞാൻ വേറൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കേരള സ്റ്റേറ്റ് ഫോഴ്സസ് ഫാമിലി ലീഗിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ടാലന്റായിട്ടുള്ള ആളുകളാണ്. എല്ലാവരെയും എല്ലാ ആളുകളും തന്നെ യൂട്യൂബിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞ് കാണുന്ന ആളുകളാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഈ വലിയ ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണെങ്കിലും 1-2 പാട്ടുകൾ പാടിക്കൊണ്ട് നിങ്ങളുടെ ഈ മഹത്വേദിയിൽ എൻ്റെ സാന്നിധ്യം കൂടെ അറിയിക്കുകയാണ്. കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുകയല്ലേ? എന്താ ആർക്കും ഉഷാറില്ലല്ലോ? ഉണ്ടാവല്ലേ? ഓക്കെ. അപ്പൊ എന്താണെങ്കിലും 1-2 പാട്ടുകൾ നമുക്ക് പാടാം. കൂടെ പാടുമല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മുടെ ജംഷീദ് മഞ്ചേരി എത്തിയത്. അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ ആ വേദിയെ ഇളക്കിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അവിടെ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർ കൂടെ നിന്ന് പാടിയും സെൽഫി എടുത്തും വീഡിയോ എടുത്തും ആസ്വദിക്കുകയാണ്. എന്തിനു പറയണം, കൊച്ചു കുട്ടികളടക്കം മതിമറന്നിരിക്കുകയാണ്. ജംഷീദിൻ്റെ പാട്ടുകൾ കൊച്ചു കുട്ടികളടക്കം ആ സ്റ്റേജിലേക്ക് ഓടി വന്ന് മതിമറന്ന് ഡാൻസ് കളിക്കുന്നു, കൂടെ പാടുന്നു. വലിയവരടക്കം ശരിക്കും മതിമറന്നു പോയ ചില നിമിഷങ്ങൾ. ജംഷീദിൻ്റെ വരവ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മുടെ കൂട്ടുകാർ അതൊരുപാട് ആസ്വദിച്ചു കേട്ടോ. അവരുടെ ജീവിതത്തിലെ ഓർമ്മിക്കാനുള്ള നല്ല നല്ല നിമിഷങ്ങൾ, എല്ലാവരോടും സ്നേഹം മാത്രം ഈ ഒരു പ്രോഗ്രാമിനെ കളറാക്കിയതിൽ, വൻ വിജയമായി ഏറ്റെടുത്തതിൽ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ വൻ വിജയത്തിന് കാരണക്കാരായ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിൻസ് ഈ ഒരു നിമിഷം അഭിമാനിക്കുകയാണ്. അത് ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ അഭിമാനം കൂടിയാണ്. ഈ അഭിമാനം ഞങ്ങൾക്ക് നേടിത്തന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും പേരെടുത്ത് പറയാൻ കഴിയാത്തത്ര സുഹൃത്തുക്കൾ, അവരുടെ പ്രയത്നം, ഹാർഡ് വർക്ക്, അതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇതിനേക്കാൾ ഉപരി വലിയൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ
ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ഞങ്ങൾ എത്തിച്ച ഞങ്ങളുടെ മെയിൻ സ്പോൺസറായിട്ടുള്ള ഈസി കുക്ക് മജീദ് ക, ആ ഒരു മനുഷ്യൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇത്രത്തോളം സക്സസ് ആയത്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും ഒരു കൈകളുണ്ടെന്ന് നമുക്കറിയാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിന് പിന്നിലും അദ്ദേഹം തന്നെയാണ്. ഈ വേദിയിൽ ഇപ്പോൾ മൊമെൻ്റോ കൊടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി ഷെബി നൗഷാദിനാണ്. അവൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു എനിക്ക് മൊമെൻ്റോ ഒന്നി തരണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനും ജംഷീദിൻ്റെ കൂടെ പോയി നിന്നും മൊമെൻ്റോ കൊടുത്തു. ഇത് നമ്മുടെ പാട്ടുകാരി റസീന, അതുപോലെ ഫർസാന, ജാബിർ, പിന്നെ ഈ പച്ചക്കുപ്പായക്കാരനെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവനെ ശബ്ദം കൊണ്ട് നിങ്ങൾ അറിയും. ഷാ വോയിസ് എന്നാണ് ഇൻസ്റ്റാ പേജ്. ഷംനാഥ് എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ കർണാശക്കുട്ടി എന്ന് പറയുന്നപ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. ജംഷീദ് പോയതിന് ശേഷവും അവിടെ ഒത്തിരി പേര് പാട്ട് പാടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി നമ്മുടെ പ്രോഗ്രാം കളറാക്കി. കാണാം, അല്ല കാണണം എന്ന് പറഞ്ഞ് ഓരോ കൂട്ടുകാരും അവിടുന്ന് പരസ്പരം കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് നമ്മൾ പിരിയുകയല്ല അടുക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ യാത്രയായി. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കലാശക്കൊട്ട് KL10 ക്ലബ് ആർമി മ്യൂസിക് ബാൻഡിൻ്റെ തഫ്സീർ ഷാ അടിപൊളി DJ പരിപാടിയോടെ ഇത് അവസാനിപ്പിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ബൈ.